എന്ത് പറ്റിയതാ? വിഷം തേണ്ടിയതാ സിസ്റ്ററെ, സ്ട്രക്ചർ. അതെ, പാമ്പ് കടിയേറ്റ ഒരു പയ്യനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒബ്സർവേഷൻ റൂമിലാ. അപ്പുറത്തോ? അവിടെ. ഓളെ ആദ്യം എവിടെ? അകത്തുണ്ട് മുത്തശ്ശ. ഓ, നീ ഒരുത്തി കാരണം എന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അവനെ കൊലക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനായല്ലോ. സുമിത്രേ, അപകടം പറ്റിക്കിടന്ന ആദിയെ വഴിയിൽ ഉപേക്ഷിക്കാതെ ആശുപത്രിയിൽ എത്തിച്ചതാണോ ഇവിടെ ചെയ്ത അപരാധം? ആണോന്ന്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഇങ്ങോട്ടാണോ? വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ? നമുക്ക് എത്രയും വേഗം ആദ്യം എവിടെ നിന്ന് മാറ്റണം. പാമ്പ് കടിയേറ്റയാൾക്ക് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ആന്റിവനം എടുക്കുകയാണ് വേണ്ടത്. അത് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇതൊക്കെ ചെയ്യാൻ കഴിയും. കൃത്യസമയത്ത് പേഷ്യന്റിനെ ഇവരിവിടെ എത്തിച്ചത് കൊണ്ട് മാത്രമാ ജീവൻ ആപത്തൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. ഡോക്ടർ, എന്റെ മോനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആന്റിവനവും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒബ്സർവേഷനില്ല. ഡോക്ടർ, എനിക്ക് അവനെ ഒന്ന് കാണണം. കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ അധികം സംസാരിപ്പിക്കണ്ട. ഇപ്പൊ അയാൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ്. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. അമൃത, പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. മാളൂട്ടി, ഒരു കാര്യം, നിന്നെ ഒന്ന് കാണിച്ച അഭിപ്രായം ചോദിച്ചില്ലെങ്കിലേ എനിക്കൊരു സമാധാനമില്ല. എല്ലാവർക്കും ഉള്ള എൻഗേജ്മെന്റ് ഡ്രസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിലെ അമൃതയ്ക്കും കൂടെ വേണം വാങ്ങി. ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എടി, അമൃത പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ, അപ്പൊ നമ്മൾ വാങ്ങുന്നതിലും കുറച്ച് പരിഷ്കാരമൊക്കെ വേണ്ടേ മാളൂട്ടി? അതുകൊണ്ട് കാശൊന്നും നോക്കിയില്ല. പിന്നെ എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ വേറൊരു കൂട്ടം വാങ്ങിയിട്ടുണ്ട്. ഇത് പിടിക്ക്. ഇതെന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇതേ അങ്ങനെ ഒരു ഐറ്റമാ. ഒരു ചാൻസ് തരാം. ഇതിനുള്ളിൽ എന്താണെന്ന് മാളൂട്ടിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കറിയില്ല ശ്രീയേട്ട. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതവിടെ കണ്ടപ്പോ അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. സംഗീത പാരമ്പര്യമുള്ള കുടുംബമല്ലേ. അതുമല്ല, അമൃത നന്നായി പാടുന്ന ആളുമാണല്ലോ. ഇതിഷ്ടാവും. എന്താടി, ഇത് നന്നായിട്ടില്ല? അമൃതയ്ക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലേ? ഇല്ല ശ്രീയേട്ട, അമൃതേച്ചിക്ക് ഇത് ഇഷ്ടാവില്ല. ആണോ? അമൃതയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് നിനക്ക് ഉറപ്പാണോ?
എന്നാ പിന്നെ ഇത് മാറിയിട്ട് കുറച്ചുകൂടെ നല്ലത് വാങ്ങാം. ശ്രീയേട്ടൻ ഇനി എത്ര കടകൾ കയറി ഇറങ്ങി എത്ര വലിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലും അമൃതേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരാള് തരുന്ന സമ്മാനം നമുക്ക് ഇഷ്ടമാവണമെങ്കിൽ തരുന്നവര് കൂടി നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണ്ട ഏട്ടാ. പക്ഷേ അതുകൊണ്ട് മാത്രം അവരുടെ മനസ്സ് കാണാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ നമ്മളെയും തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചാലേ അതിന്റെ പേര് സ്നേഹമെന്നല്ല പറയാ, സ്വാർത്ഥതയെന്നാ. ശ്രീയേട്ടൻ അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്ന? നാളെ ഞാനൊരു തീരുമാനം എടുക്കും. ശരിയായ തീരുമാനം.